ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു കുമ്പളങ്ങ പച്ചടിയും ചെറിയ രീതിയിലൊരു പുളിക്കറിയും റെഡിയാക്കാം. അതിനു വേണ്ടി ഞാൻ ഒരു പാൻ അടുപ്പിൽ വെച്ച് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നീട് അത് ചൂടായി വന്നതിന് ശേഷം 1/2 സ്പൂൺ കടുക് ചേർത്തു. കടുകൊന്ന് പൊട്ടി വന്നപ്പോൾ കുറച്ച് ഉലുവയാണ് ചേർക്കുന്നത്. ചെറിയ സ്പൂണിന് 1.5 സ്പൂൺ ഉലുവ ചേർത്തിട്ടുണ്ട്. ഉലുവയൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് ഒരു 4-5 ചെറിയ ഉള്ളിയാണ് ചെറുതായി അരിഞ്ഞത്, അതൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയ ഉള്ളി ഒന്ന് ഒരു പരുവം മൂത്ത് വരുമ്പോൾ ഇനി നമുക്ക് 2-3 വറ്റൽ മുളകും കറിവേപ്പിലയും ചേർക്കാം. വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളിയും ഉലുവയും എല്ലാം കൂടെ പൊട്ടി വരുമ്പോൾ ഒരു പ്രത്യേക മണമാണ്. തക്കാളി ചേർക്കാതെ നമുക്ക് രസമുണ്ടാക്കാം. അങ്ങനെ ഒരു പെട്ടെന്നുള്ള ഒരു കറി തയ്യാറാക്കുകയാണ്. കുറച്ച് പുളി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആ പുളി പിഴിഞ്ഞൊഴിക്കാം. ഇതിങ്ങനെ തന്നെ കുറച്ച് നേരം തിളച്ചതിന് ശേഷം നമുക്ക് ആ തവി വെച്ചൊന്ന് ഉടച്ച് കൊടുക്കാം. അതിൻ്റെ സത്തെല്ലാം നല്ല രീതിയിൽ അതിൽ ഇറങ്ങണം. പരലുപ്പാണ് ഞാൻ ഇടുന്നത്. പരലുപ്പിട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതുപോലെ നല്ലതുപോലെ വെന്തതിന് ശേഷമേ ഇനി വെള്ളം ചേർക്കാവൂ. ഞാനൊരു കെറ്റിലിൽ വെള്ളം തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ പരുവമാകുമ്പോൾ ഇനി നമുക്ക് വെള്ളം ചേർക്കാം. തിളച്ച വെള്ളം ഒഴിച്ചാൽ എല്ലാം പെട്ടെന്നാവും. അങ്ങനെ പാകത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ ഇടയ്ക്ക് ഉപ്പ് നോക്കണം. ഉപ്പും പുളിയും എല്ലാം കറക്റ്റ് ആണെങ്കിൽ ഓഫാക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ടൊരു നാരങ്ങ ചമ്മന്തി റെഡിയാക്കാം. ഒരു നാരങ്ങയാണ് ഞാൻ തൊലി ചെത്തി എല്ലാം എടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി, കറിവേപ്പില, പച്ചമുളക്, നാരങ്ങ, ഉപ്പ് ഇവയെല്ലാം കൂടെ ചേർത്ത് ആദ്യം നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. അതിനകത്ത് നമ്മൾ മുളക് പൊടിയും ഉപ്പും ചേർക്കുന്നുണ്ട്. ഒരു 1/2 സ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പച്ചമുളകുണ്ടല്ലോ, അങ്ങനെ അതൊന്ന് ചതച്ചെടുക്കാം. ഇതുപോലെ ചതച്ചെടുത്തതിന് ശേഷം ഇനിയാണ് നമ്മൾ തേങ്ങ ചേർക്കുന്നത്. അരമുറി തേങ്ങയാണ് ചേർക്കുന്നത്. ഇങ്ങനെ നാരങ്ങയുടെ ഫ്ലേവറും അതിൻ്റെ പുളിയും ഒരു പ്രത്യേക ടേസ്റ്റാണ്. മാങ്ങ വെച്ചും ഇതുപോലെ ചമ്മന്തി നമുക്ക് തയ്യാറാക്കാം. അങ്ങനെ നമ്മുടെ നാരങ്ങ ചമ്മന്തി എല്ലാം കൂടെ ഒന്ന് മിക്സാക്കാം. അങ്ങനെ ചമ്മന്തി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ചൂട് പാലക്കാടൻ മട്ടയുടെ ചൂട് ചോറും ചമ്മന്തിയും രസവുമായിട്ടുണ്ട്. ഇനി കുറച്ച് കുമ്പളങ്ങ പച്ചടി തയ്യാറാക്കാം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഞാൻ ആദ്യം പാനിൽ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം വഴറ്റിയെടുത്താണ് ഇതുണ്ടാക്കുന്നത്. അല്ലാതെ കുമ്പളങ്ങ വേവിച്ചിട്ടും നമുക്ക് ലാസ്റ്റ് കടുക് താളിച്ചൊഴിച്ചും ഉണ്ടാക്കാം. അങ്ങനെ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും എല്ലാം വാടിയതിന് ശേഷം കുമ്പളങ്ങ ഞാൻ അതിലേക്കിട്ട് ഒന്ന് വഴറ്റാം. ഇതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. വാടിയത് കൊണ്ട് കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇതുപോലെ ഒഴിച്ചതിന് ശേഷം ഇനി അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിക്കാം. ഒരു 5 മിനിറ്റത്തെ വേവ് പോലുമില്ല. ആ സമയം കൊണ്ട് നമുക്ക് പച്ചടിയിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. തേങ്ങയും 2 പച്ചമുളകും 1.5 സ്പൂണോളം കടുകും ചേർക്കുന്നുണ്ട്. കടുക് ഇതിൽ അരച്ചാൽ ഒരു പ്രത്യേക ഫ്ലേവറാണ് പച്ചടിക്ക്. അങ്ങനെ ഇതെല്ലാം ഒന്നും കൂടി ഒന്ന് അരച്ച് നല്ലതുപോലെ അരയണം. ഇതേപോലെ അരഞ്ഞ് വരണം. ഇനി നമുക്ക് തുറന്ന് നോക്കാം. കുമ്പളങ്ങ എല്ലാം പാകത്തിന് വെന്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ വെള്ളരിക്കയും വെച്ച് പച്ചടി ഉണ്ടാക്കാം. മുളകിൻ്റെ എരിവും എല്ലാം അതിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് അതിലേക്ക് ചേർക്കാം. അരപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളച്ച് തേങ്ങയുടെ പച്ചമണം എല്ലാം മാറണം. അതിനുശേഷം ഒന്ന് ആറിയതിന് ശേഷം നമ്മൾ തൈര് ചേർക്കത്തുള്ളൂ. പാകത്തിന് ഉപ്പ് ചേർക്കാം.
ഈ പരുവത്തിലാക്കണം. വെള്ളമെല്ലാം പറ്റി ഈ പരുവത്തിലായി കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് തൈര് ഒഴിക്കുന്നത്. ഞാനിപ്പോൾ തൈരല്ല ഒഴിക്കുന്നത്, അതിലേക്ക് മോരാണ് ഒഴിക്കുന്നത്. ഇവിടുത്തെ മോരിന് പുളിയില്ല. നാട്ടിലെ മോരിനാണ് നല്ല പുളി. ഇവിടെ ഇങ്ങനെ പാക്കറ്റിൽ കുടിക്കാനൊക്കെ ആയിട്ട് വരുന്നതാണല്ലോ, അതുകൊണ്ട് വലിയ പുളിയില്ല. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പച്ചടിയും ചമ്മന്തിയും മുളകരിഞ്ഞിട്ട പുളി റെഡിയായിരിക്കുകയാണ്. മീനില്ലെങ്കിൽ ചോറ് കഴിക്കാൻ ബെസ്റ്റാണ് ഈ കറികൾ. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.